തിരുവനന്തപുരം പേരൂർക്കടയിൽ കൊടിമരത്തിൽ നിന്ന് SFI പതാക അഴിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനെ കൊണ്ട് തിരികെ കെട്ടിച്ച SFI പ്രവർത്തകർ. പേരൂർക്കട കൊടപ്പനക്കുന്നിന് സമീപത്ത് ഇന്നലെ രാത്രിയായിരുന്നു സംഭവം. വീണ ജോർജ് വിഷയത്തിൽ പ്രതിഷേധം നടത്തി തിരികെ വരുമ്പോഴാണ് കൊടി അഴിക്കുന്നത് ഡിവൈഎഫ്ഐ പ്രവർത്തകർ കണ്ടത്. തിരിച്ചു കെട്ടിയാൽ പ്രശ്നം പരിഹരിക്കാമെന്ന ഉറപ്പിന്മേൽ പോലീസ് സാന്നിധ്യത്തിലാണ് പതാക തിരിച്ചു കെട്ടിയത്. ദൃശ്യങ്ങളിലേക്ക് ആദ്യം. അതിനൊരു കുഴപ്പമില്ല. ഇത് മാത്രമേ ഉള്ളൂ കുറ്റം. ഇത് നമ്മൾ ബോധ്യം ഉണ്ടാവും. ഈ നല്ല നില തീർന്നത് റഹീസ് റഷീദിന്റെ വിശദാംശങ്ങൾ നൽകാൻ. റഹീസ്, വീണ ജോർജ് വിഷയത്തിൽ പലയിടത്തും പ്രതിഷേധങ്ങൾ നടക്കുന്നുണ്ട്. തിരിച്ചും മറിച്ചുമൊക്കെ ഇത്തരത്തിലുള്ള അക്രമങ്ങളൊക്കെ നടക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിലിപ്പോൾ SFI പ്രവർത്തകർ ഇവരെ കാണുന്നു, ഈ കൊടി അഴിക്കുന്നത് കാണുന്നു. ആ ഘട്ടത്തിൽ തിരിച്ച് അവരെ കൊണ്ട് തന്നെ, യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ കൊണ്ട് തന്നെ തിരിച്ചു കെട്ടിക്കുന്നതാണ്. ഒപ്പം അത് പോലീസ് എസ്കോർട്ടോട് കൂടിയാണല്ലേ? ശ്രുതി, ഇന്നലെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വീണ ജോർജിനെതിരായ അതിക്രമത്തിൽ പ്രതിഷേധിച്ച് SFIയും DYFIയും നടത്തിയ പ്രതിഷേധങ്ങൾ അക്രമാസക്തമായിരുന്നു. പല സ്ഥലത്തും കോൺഗ്രസിന്റെ കൊടിമരം പിഴുതെറിയുന്ന സംഭവങ്ങളുമുണ്ടായി. ഇതിൽ പ്രതിഷേധിച്ചാണ് കുടപ്പനക്കുന്ന്, പേരൂർക്കടയ്ക്ക് സമീപമുള്ള കുടപ്പനക്കുന്നുള്ള 4 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ SFIയുടെ കൊടിമരത്തിൽ നിന്ന് കൊടി മാറ്റിയത്. കൊടിമരം പിഴുത് താഴേക്കിടാനുള്ള ശ്രമം കൂടി നടത്തുന്നുണ്ടായിരുന്നു എന്നാണ് അത് കണ്ടുനിന്ന DYFI പ്രവർത്തകർ പറയുന്നത്. DYFI പ്രവർത്തകർ പ്രതിഷേധം നടത്തിയതിനു ശേഷം വീട്ടിലേക്ക് രാത്രി തിരികെ പോകുന്ന സമയത്താണ് കൊടിമരം നശിപ്പിക്കാനുള്ള ശ്രമം നടക്കുന്നത് കണ്ടത്. ആ സമയത്ത് അവിടെ 1-2 DYFI പ്രവർത്തകരെ ഉള്ളായിരുന്നു. അവരെത്തി ചോദ്യം ചെയ്തു. കൂടുതൽ പ്രവർത്തകരെ വിളിച്ചു വരുത്തി. അപ്പോഴത്തേക്കും പോലീസും എത്തി. ഈ സമയത്ത് മറ്റു പ്രശ്നങ്ങൾക്കൊന്നും പോകുന്നില്ല, കൊടിമരത്തിൽ കൊടി പുനഃസ്ഥാപിച്ചു തരണം എന്നതായിരുന്നു DYFIയുടെ നേതാക്കൾ ആവശ്യപ്പെട്ടത്. അതിന് യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർ, അതിൽ ഒരാൾ നമ്മൾ മനസ്സിലാക്കുന്നത് തൊട്ടടുത്ത ഈ സംഭവ സ്ഥലം നടക്കുന്നതിന് തൊട്ടടുത്ത സ്ഥലത്ത് തിരുവനന്തപുരം കോർപ്പറേഷനിലെ UDF സ്ഥാനാർത്ഥിയായി മത്സരിച്ച ഒരാളാണ്. ഈ കൊടി കെട്ടുന്ന ആളുടെ പേര് അനീഷ് എന്നാണെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. പോലീസും കൂടി സംസാരിച്ചു. കൊടി കെട്ടിക്കൊടുക്കുകയാണെങ്കിൽ മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് പറയുകയും അങ്ങനെയാണെങ്കിൽ കൊടി കെട്ടിത്തരാം എന്ന് പറഞ്ഞ് ആ കൊടിമരത്തിന്റെ മുകളിൽ കയറി SFIയുടെ കൊടി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ കെട്ടിക്കൊടുക്കുകയും ചെയ്തു. അതോടുകൂടി ആ പ്രശ്നം അവസാനിച്ചു. ഓക്കെ, റഹീസ് റഷീദാണ് വിശദാംശങ്ങൾ നൽകിയത്.